മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേഷൻസ് ലീഗിൽ നടന്ന രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തെ കുറിച്ചാണ്. സ്പെയിൻ 5-4 ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഫ്രാൻസിന്റെ സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് ഫൂട്ടിൽ സ്റ്റാർട്ട് ചെയ്തു ഒരു മികച്ച തുടക്കം കിട്ടിയിട്ട് പോലും അത് മുതലാക്കാൻ ഫ്രഞ്ച് ടീമിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ 5-4 എന്നുള്ള സ്കോർ ലൈൻ കണ്ടിട്ട് നിങ്ങളൊരു ടൈറ്റ് ത്രൂ ഔട്ട് ഗെയിമാണെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം 55-ാമത്തെ മിനിറ്റിൽ 4-0 ലീഡ് സ്പെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയുടെ ഒരു ഗതി നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് ടീമിന്റെ ആ ഒരു ഫ്രണ്ട് ലൈൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംബാപ്പെ, തൊട്ടു പിറകിലായിട്ട് ഒലീസെ, ഇപ്പൊ റൈറ്റ് വിങ്ങിലാണെങ്കിൽ ഡെംബലെ, ലെഫ്റ്റ് വിങ്ങിൽ ഡുവെ. എനിക്ക് തോന്നുന്നു PSG കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാമ്പ്യൻസ് ലീഗ് അടിച്ച പെർഫോമൻസ് നമ്മൾ കണ്ടു. ആരെയും വിറപ്പിക്കുന്ന ആ ഒരു ഫ്രണ്ട് ലൈന് ഫ്രാൻസ് ടീമിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കളി തുടങ്ങി ആദ്യത്തെ 20 മിനിറ്റിൽ 3-4 കിഡിലൻ ചാൻസുകൾ ഫ്രാൻസിന്റെ ടീം ക്രിയേറ്റ് ചെയ്തു. ഇവിടെയാണ് അറ്റാക്കേഴ്സിനെ ബ്ലെയിം ചെയ്യേണ്ടത്. കിട്ടിയ ചാൻസ് ഒക്കെ കളഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞാൽ മതി. 3-4 പ്രാവശ്യം വുഡ് വർക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഫ്രാൻസ് ടീമെന്ന് നമ്മൾ കണ്ടു. ഏർലി ഹെർണാണ്ടസിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അത് വുഡ് വർക്ക് തട്ടി പുറത്തേക്ക് പോയി. പിന്നെ പറയേണ്ട മറ്റൊരു പേര് എംബാപ്പയുടെ പേര് തന്നെയാണ്. ഇപ്പൊ എംബാപ്പയുടെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി സ്കോർ ചെയ്തിട്ട് ഗോൾ അടുപ്പിക്കേണ്ട ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസ് പുള്ളി ഡയറക്റ്റ് ആയിട്ട് ഷോട്ട് എടുത്തു. ഉനായ് സിമോൺ അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഓപ്പർച്യൂണിറ്റികൾ എംബാപ്പയെ തേടി എത്തി. പക്ഷെ ഒന്നുപോലും ഫിനിഷ് ചെയ്യാൻ പുള്ളിയെ കൊണ്ട് പറ്റിയിട്ടില്ല. വലിയൊരു നെഗറ്റീവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. പുള്ളി മാത്രമല്ല, ഡെംബലേക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ഡെംബലെ 2 പ്രാവശ്യം വുഡ് വർക്ക് തട്ടിയിട്ട് ബോൾ പുറത്തേക്ക് പോയി. ഇപ്പൊ ഡുവേക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കളഞ്ഞു കുളിച്ച ഒരു ഫ്രഞ്ച് ടീമിനെയാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടത്. ഒഫൻസിന്റെ കാര്യം പോസിറ്റീവായിട്ടുള്ള സ്റ്റാർട്ട് കിട്ടി. പക്ഷേ ഫ്രാൻസിന്റെ ഇന്നത്തെ ഡിഫൻസ് എൻ്റെ പൊന്നോ, ഇപ്പൊ സലീബ ഇല്ലാത്തത് വലിയൊരു അടിയാണ്. അതുകൊണ്ട് കലൂലുവിന് ഇന്ന് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് ചാൻസ് കിട്ടി. പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ ബാക്ക് ഫെയർ ആയി. ഇവിടെ ലോങ്ലെ, കലൂലു, ഹെർണാണ്ടസ് ഒക്കെയാണ് ഡിഫൻസിൽ കളിച്ചത്. വളരെ മോശം ഡിഫൻസീവ് പെർഫോമൻസ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് യമാലൊക്കെ കളിക്കുന്ന സൈഡിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ വേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ 2-3 പ്രാവശ്യം പുള്ളി ടീം ചെയ്ത് നോക്കി. പക്ഷേ വളരെ ഈസി ആയിട്ട് യമാൽ അകത്തേക്ക് കയറി വരുന്നു. ഒരു ഗോൾ അടിച്ചു, ഒരു പെനാൽറ്റി വഴങ്ങേണ്ട അവസരം വന്നു. ഇങ്ങനെ ഒരു ബ്രില്യൻ പെർഫോമൻസ് ആണ് യമാലിന്റെ സൈഡിൽ നിന്ന് ഇന്നും നമ്മൾ കണ്ടത്. ഇവിടെ സ്പെയിൻ്റെ മിഡ്ഫീൽഡും ഒഫൻസിനെയും എടുത്തു പറയേണ്ടതുണ്ട്. ലെഫ്റ്റ് വിങ്ങിലാണെങ്കിൽ നിക്കോ വില്യംസ്, റൈറ്റ് വിങ്ങിലാണെങ്കിൽ യമാൽ, 2 പേരും ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചതെന്ന് പറയേണ്ടി വരും. അങ്ങനെ 20-ാം മിനിറ്റിലാണ് ആദ്യത്തെ ഒരു ഗോൾ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആവുന്നത്. ആ ഒരു മിസ്റ്റേക്ക് മുതലാക്കിക്കൊണ്ട് ലെഫ്റ്റ് വിങ്ങിലേക്ക് വന്നിട്ടുള്ള പന്ത് നിക്കോ വില്യംസ് ഗോളിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ 1-0 ലീഡിലേക്ക് സ്പെയിനാണ് ആദ്യം എത്തുന്നത്. എന്നാൽ വിത്തിൻ 5 മിനിറ്റ്സ് അടുത്ത ഗോൾ വരുന്നു. ഇവിടെ മെറിയോണോക്ക് കൊടുത്തിട്ടുള്ള ഒരു കിഡിലും ഫ്ലിക്ക് ആയിട്ടുള്ള ഒരു പാസ് വളരെ കൂളായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നു. ഡിഫൻസിലൂടെ കയറി വരുന്നു. മെയിനൻ ഇത് തടയാൻ നോക്കി. പക്ഷെ ആ ഷോട്ടൊക്കെ ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം പിടിക്കേണ്ടതാണ്. അങ്ങനെ 2-0 ലീഡിലേക്ക് സ്പെയിനാണ് ആദ്യം എത്തുന്നത്. ഇപ്പം മെയിനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് അറ്റ്ലീസ്റ്റ് 2 ഗോളെങ്കിലും ആ ഗോൾ കീപ്പറുടെ സൈഡിൽ നിന്ന് പിടിക്കേണ്ട ചാൻസുകളായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഡിഫൻസ് ഇത്ര മോശമാവുന്ന സിറ്റുവേഷനിൽ പുള്ളീനെ പറഞ്ഞിട്ടും അധികം കാര്യമില്ല. പിന്നീട് നോക്കിയാലും ഒരുപാട് ചാൻസുകൾ സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിലും ഫ്രാൻസ് ടീം ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എംബാപ്പയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫിനിഷ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഒരു കൗണ്ടർ അറ്റാക്കിൽ യമാലിനെ ബോക്സിൽ വെച്ചിട്ട് റാബിയേറ്റ് ഫൗൾ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു യമാല് ബോൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പോസ്റ്റിനകത്ത് വെച്ച് ഷോട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന അവസരത്തിലാണ് ഒരു റോങ് ടൈമിംഗ് ആയിട്ടുള്ള ടാക്കിൾ വരുന്നത്. ഓൺഫീൽഡ് റഫറി പെനാൽറ്റി കൊടുത്തു. റാബിയറ്റിന് യെല്ലോ കാർഡ് കിട്ടി. യമാല് അത് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ 3-0 സ്പെയിൻ എത്തുകയും ചെയ്തു. അധികം വൈകാതെ പെഡ്രിയുടെ ഗോൾ വരുന്നു. പെഡ്രിയുടെ ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബാരസിങ് സിറ്റുവേഷൻ ആണ്.
ഇപ്പോൾ ലോങ്ങിലെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗോളിൽ മനസ്സിലാവും. ഇപ്പോൾ പോസ്റ്റിലേക്ക് വരുന്ന പന്ത് ഡ്രാഗ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകുന്നു, പുള്ളീനെ ആരും നോക്കുന്നില്ല, ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല. വളരെ കൂളായിട്ട് പുള്ളി ബോളുമായിട്ട് പോയി ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു ഷോട്ട് എടുക്കുന്നു. അങ്ങനെ വിത്തിൻ ലൈക്ക് നോ ടൈം പെനാൽറ്റി എടുത്തിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഗോൾ വരുന്നു. അങ്ങനെ 4-0 എന്നുള്ള ഒരു ഹ്യൂമൻഗ സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോയത്. ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസ് ഒരു എംബാരസിങ് തോൽവിയിലേക്ക് പോകുന്നൊക്കെ ആ സമയത്ത് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ വളരെ ഈസി ആയിട്ട് സ്പെയിൻ്റെ ടീം അകത്തേക്ക് കട്ട് ചെയ്ത് വരുന്നു. മെയിനാണെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു ചക്രവ്യൂഹം തന്നെ ആ സമയത്ത് ഫ്രാൻസിന്റെ ഡിഫൻസിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള 2-3 സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഒന്ന് റയൻ ചെർക്കി, ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിലേക്ക് ബാർക്കോള വന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഗുസ്തോ വരുന്നത്. ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് ടീമിനെ മാറ്റിമറിച്ചു എന്ന് പറയുന്നത്, എസ്പെഷ്യലി റയൻ ചെർക്കിയുടെ ഒരു പെർഫോമൻസ്. ഇതാണ് പറയുന്നത്, കളി അറിയുന്നവൻ്റെ കയ്യിൽ ബോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്കോർ ചെയ്യും. അടിപൊളിയായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ എംബാപ്പെ മിഡ്ഫീൽഡിലേക്ക് കൊടുത്തിട്ടുള്ള പാസ്സാണ് റയൻ ചെർക്കി ഒരു ടച്ച് എടുത്തുകൊണ്ട് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷിലൂടെ തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനു മുമ്പ് പെഡ്രോ പോറോ എംബാപ്പയെ ബോക്സിൽ വെച്ച് ഫൗൾ ചെയ്യുന്നു. പുള്ളിക്കൊരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പെനാൽറ്റി ഫ്രഞ്ച് ടീം കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് 5-2 എന്നുള്ള സ്കോറിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് തോന്നുന്നു തിരിച്ചു വരാനുള്ള 3-4 ഓപ്പർച്യൂണിറ്റികൾ ഫ്രാൻസിനുണ്ടായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് മെറീനോ എടുത്തിട്ടുള്ള ആ ഒരു ഹെവി ടച്ചും എംബാപ്പയിലേക്ക് വന്നിട്ടുള്ള ഒരു ബോളുമാണ്. ഇപ്പോൾ ഗോൾ കീപ്പറും എംബാപ്പയായിട്ട് ഒരു 1-on-1 സിറ്റുവേഷൻ, അവിടെ നിന്നെങ്കിലും സ്കോർ ചെയ്യും നമ്മൾ പ്രതീക്ഷിച്ചു. ആ ബോളും ഡയറക്റ്റ് ആയിട്ട് ഉനൈ സിമന്റെ കയ്യിലേക്ക് അടിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ 3-4 തവണ എംബാപ്പെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം മാലോ ഗുസ്തോ റൈറ്റ് വിങ്ങിലൂടെ ഒരു കൗണ്ടർ ഫോഴ്സ് ചെയ്യുന്നു. ഗുസ്തോയുടെ റണ്ണ് ബ്രില്യൻ്റ് ആയിരുന്നു. പുള്ളി നല്ല സ്പീഡിൽ തന്നെ ഒരു സ്ക്വയർ പാസ് ബോക്സിലേക്ക് ഇടുന്നു. ഇത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ഓൺ ഗോൾ വരുന്നു. അങ്ങനെ തിരിച്ചു വരാനുള്ള ഒരു ചെറിയൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആകുകയാണ്. അതിനുശേഷം ചെർക്കി കൊടുത്തിട്ടുള്ള ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രോസ് കൊലോ മുവാനി ഹെഡ് ചെയ്തുകൊണ്ട് ഗോളാക്കി മാറ്റുന്നു. 2 മിനിറ്റ് ബാക്കി നിൽക്കുന്ന സമയത്ത് ഫ്രാൻസ് തിരിച്ചു വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞിരുന്നു. ആ സമയത്തും ബാർക്കോളയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള റണ്ണ് ലെഫ്റ്റ് വിങ്ങിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി കൊലോ മുവാനിക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു കട്ട് ബാക്ക് പാസ്സായാലും അത് ഫിനിഷ് ചെയ്യാൻ മോഹനിക്ക് കഴിഞ്ഞില്ല. ഇങ്ങനെ 2-3 ഓപ്പർച്യൂണിറ്റികൾ അവസാനത്തെ ഒരു 20 മിനിറ്റിൽ ഫ്രാൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 കൺവേർട്ട് ചെയ്യപ്പെട്ടു. അപ്പോഴത്തേക്കും 5-4 എന്നുള്ള സ്കോറോടെ സ്പെയിന് ഫൈനലിലേക്ക് എത്തുകയും ചെയ്തു. അവസാനം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നല്ലൊരു പെർഫോമൻസോടെ സ്പെയിന് ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാൻസിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒഫൻസീവ് സൈഡിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഈ ഫൈനൽ തേർഡിലെ ഫിനിഷിങ് ഒന്നുകൂടി മാറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള പല ഓപ്പർച്യൂണിറ്റികളും ഫ്രഞ്ച് ടീമിൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ റയൻ ചെർക്കിയെ പോലെ ഇപ്പോൾ സലീബൊക്കെ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിഫൻസൊക്കെ ഒന്നുകൂടി വളരെ മെച്ചപ്പെടേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ഡിഫൻസുമായി കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിരിച്ചടി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.